അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം അംഗദാദികളുടെ സംശയം. സേനയെ നയിച്ച അംഗദന് സീതയെ കണ്ടുകിട്ടാഞ്ഞപ്പോൾ അനാവശ്യമായ ദുർചിന്തയും ഭയവും ഉണ്ടായി. സ്വയംപ്രഭയുടെ സന്നിധിയിൽ സുഷുപ്തിയിൽ നാളുകൾ കഴിച്ചു. സുഗ്രീവൻ നിശ്ചയിച്ച കാലാവധിയും തീർന്നു. ശത്രുവായ ബാലിയുടെ പുത്രനായ എന്നെ സുഗ്രീവൻ കൊല്ലും എന്ന് തീർച്ചയായി. ശ്രീരാമൻ തുണയുണ്ടെങ്കിലും കാര്യപ്രാപ്തി ലഭിക്കാത്തതിനാൽ രാമനും എന്നോട് വിരക്തിയുണ്ടാകും. മാതാവിന് സമയായ സോദര ഭാര്യയെ സ്വീകരിച്ചു കഴിയുന്ന ദുഷ്ടനായ സുഗ്രീവനിൽ നിന്നും ഒരു ദയയും ഉണ്ടാകുകയില്ല. മറ്റു വാനരരോട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞാൻ മരിക്കുവാൻ പോകുന്നു. ആശ്വസിപ്പിച്ചുകൊണ്ട് വാനരർ പറഞ്ഞു, നല്ല ഗുഹയുണ്ട്, അവിടെ നമുക്ക് ഒളിച്ചു കഴിയാം. മറ്റുള്ളവരുടെ മനോവിചാരം ഗ്രഹിക്കാൻ കഴിവുള്ള ഹനുമാൻ ഇത് കേട്ട് അംഗദനെ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ ദുർവിചാരം നിനക്ക് വന്നു? രാമന് നിന്നോട് പുത്ര സമാനമായ സ്നേഹം നീ അറിയുന്നില്ല. അത് ലക്ഷ്മണനേക്കാൾ പ്രിയം നിന്നോടാണ്. പുത്രനില്ലാത്ത സുഗ്രീവന് നിന്നോടും അപ്രകാരം തന്നെയാണ്. അജ്ഞാനികളായ ഇവരുടെ വാക്ക് കേട്ട് ഗുഹാവാസത്തിന് മുതിർന്നാൽ രാമാസ്ത്രത്തിന് എവിടെയാണ് എത്താനാകാത്തത്? ആപത്തടുത്തു വരുമ്പോൾ ദുർജനഭാഷ്യം വിശ്വാസത്തിലും സജ്ജനവാക്യം വിപരീതമായും ഗണിക്കുന്നതാണ്. അത് ആർക്കും നല്ലതല്ല. സാക്ഷാൽ നാരായണനാണ് ശ്രീരാമൻ. ലക്ഷ്മി ദേവി സീതയും ലക്ഷ്മണൻ അനന്തനുമാണ്. രാക്ഷസവംശമൊടുക്കാൻ ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ മനുഷ്യരായി വന്നു പിറന്നു. ദേവനിയോഗം തന്നെയാണ് അവരെ സേവിക്കാൻ നമ്മൾ വാനരരായി ജനിച്ചത്. വൈകുണ്ഠ ലോകപ്രാപ്തിക്ക് ഇനിയും കാലതാമസം നമുക്ക് ഏറെയില്ല. എന്നാലും നിരാശ നിശേഷം മാറാതെ അംഗദനും വാനരരും മഹേന്ദ്രഗിരി തടത്തിൽ സാഗരതീരത്തെ സുഗ്രീവ ഭയത്താൽ മരണം വരിക്കാനായി ആഹാരാദികൾ വെടിഞ്ഞ് ദർഭപ്പുല്ല് വിരിച്ച് ഇടന്നു എല്ലാവരും. മർക്കട സഞ്ചയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതു മറിഞ്ഞീലവാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിൽ അവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ
മാമകം ജീവനും രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രഭം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. ത്വൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല, ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോടും സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിയ നീ. ഇന്നു നാം പോന്ന ഗുഹയിലകമ്പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, താരയാ പോക നാം വൈകരുതേതുമീ. അങ്കദൻ തന്നോടീ വണ്ണം കവികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിദൻ വാദജനങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം! യോഗ്യമല്ലിതന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയം ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെക്കാളതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ, ക്ഷേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതിഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാദിപാത്മജനന്ദന. കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ട് ഏതും ഭ്രമിക്കോല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഘം പറഞ്ഞില്ലയോ ചൊല്ലൂ നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയ നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും
വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള വണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർതൃനിയോഗേന വാനരവേഷമായി വൃദ്ധിയിൽ വന്നു പിറന്നിരിക്കുന്നതും. പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നിതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നാം. അംഗദനോടിവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്കു. കാശ്യപീപുത്രിയെ നോക്കി നോക്കി ധൃതം. ദക്ഷിണവാരിധി തീരം മനോഹരം ബുക്കു. മഹേന്ദ്രാജലേന്ദ്രപദം മുദാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം. ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം. വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ ത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്ക നാം. ഗഹ്വരംബുക്കു പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. കണ്ടാരിൽ മാതിനെ കണ്ടീല നാം, ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രജിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിദ്ധം നിരൂപിച്ചുറച്ചു കപീകുലം. ദർഭ വിരിച്ചു കിടന്നീത് എല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്ന് ഓർത്ത് അവർ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.